നമസ്കാരം. ഡെയിലീസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രളയക്കെടുതിയിൽ കൈത്താങ്ങുമായി സംസ്ഥാന സർക്കാർ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 8 ലക്ഷം രൂപ നൽകും. വീട് പൂർണ്ണമായി തകർന്നവർക്ക് 6 ലക്ഷം രൂപ. വീടുകളിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ അടിയന്തര സഹായം. വെള്ളം കയറി നശിച്ച കച്ചവട സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ. രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരിച്ച രാജേഷിന്റെ പണിതീരാത്ത വീട് പൂർത്തീകരിക്കും. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ദുബായിൽ കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ ഉടൻ തീർപ്പാക്കും. ഓഗസ്റ്റ് 15-നകം തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസുൽ ജനറൽ. തൽക്കാല അപേക്ഷകൾ ആദ്യം തീർപ്പാക്കുമെന്നും ഡോക്ടർ MRD വിഷ്ണുവർദ്ധൻ റെഡ്ഡി. വേനൽച്ചൂട് വീണ്ടും ശക്തമായി. ഇന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില 51.2 ഡിഗ്രി സെൽഷ്യസ്. പൊതുജനങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം. സുരക്ഷയ്ക്കായി ഹാൻഡ്ബുക്ക് പുറത്തിറക്കിയ അബുദാബി. കുവൈറ്റിലെ പുതിയ ബിനാമി വ്യാപാര നിയന്ത്രണ നിയമം പ്രവാസികൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക. പുതിയ നിയമം രണ്ടാം കക്ഷികൾ നടത്തുന്ന വാണിജ്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി. സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഉടമ രേഖകൾ സഹിതം വാണിജ്യ മന്ത്രാലയത്തിൽ സമർപ്പിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ നടപടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് വർദ്ധിപ്പിക്കുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ കേരളം. ഒരു കാരണവശാലും ജലനിരപ്പ് ഉയർത്താൻ അനുവദിക്കില്ലെന്നും സംസ്ഥാനം പ്രതിഷേധം അറിയിക്കുമെന്നും മന്ത്രി മോൻസ് ജോസഫ്. നവവധുവിന് 1 പവനും പട്ടുസാരിയും സമ്മാനം നൽകുമെന്ന് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രഖ്യാപനം. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് 1 ഗ്രാം സ്വർണ്ണമോതിരം. മറ്റന്നാൾ വരെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴക്കെടുതിയിൽ 26 മരണം സ്ഥിരീകരിച്ചു. അതേസമയം സംസ്ഥാനത്ത് പകർച്ചപ്പനിയും വ്യാപിക്കുകയാണ്. 115 പേർക്കാണ് ഇന്നലെ മാത്രം പനി ബാധിച്ചത്. തെക്കൻ കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം. ഇന്ന് 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തുടരുന്നത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 8-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പകർച്ചപ്പനി കേസുകളിലും വർധനയുണ്ടായി. ഇന്നലെ മാത്രം 115 പേർക്ക് പനി സ്ഥിരീകരിച്ചു. 4 ദിവസത്തിനിടെ 302 പേർക്ക് പനി ബാധിക്കുകയും 3 പേർ മരിക്കുകയും ചെയ്തു. 99 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 14 പേർക്ക് എലിപ്പനിയും 27 പേർക്ക് മഞ്ഞപ്പിത്തവും ബാധിച്ചു. പനി ബാധിച്ച് 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ട ജില്ലയിലെ പ്രളയഭീതി ഒഴിയുന്നു. ജില്ലയിലെ പ്രധാന പ്രദേശങ്ങളിൽ നിന്നെല്ലാം വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞു. ഗതാഗതം തടസ്സപ്പെട്ടിരുന്ന ആറന്മുള, തിരുവല്ല റോഡുകളിൽ ഇന്ന് വാഹനങ്ങൾ ഓടിത്തുടങ്ങി. പ്രളയം ആദ്യം ബാധിച്ച റാന്നി നഗരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പലരും വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസമായി പത്തനംതിട്ടയെ ആശങ്കയിലാഴ്ത്തിയ പ്രളയഭീതിക്കാണ് ഒടുവിൽ ശമനമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ബോട്ടുകളും വള്ളങ്ങളും മാത്രം സഞ്ചരിച്ചിരുന്ന ആറന്മുളയിലെയും തിരുവല്ലയിലെയും റോഡുകൾ ഇന്ന് പൂർണ്ണമായും ഗതാഗതയോഗ്യമായി. ആറന്മുള സത്രക്കടവിലും കൊഴിപ്പാലത്തുമുണ്ടായിരുന്ന വെള്ളക്കെട്ടുകൾ ഒഴിഞ്ഞു. നിലവിൽ അപ്പർ കുട്ടനാടൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് വെള്ളക്കെട്ട് ബാക്കിയുള്ളത്. കിഴക്കൻ വനമേഖലയിലടക്കം മഴ മാറി നിന്നതോടെ ജില്ലയിലെ എല്ലാ ഡാമുകളിലെയും ജലനിരപ്പ് താഴുകയും അലർട്ടുകൾ പിൻവലിക്കുകയും ചെയ്തു. പ്രളയബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ മത്സ്യത്തൊഴിലാളികളും ബോട്ടുകളും ഇനിയും ആവശ്യമായി വന്നാൽ തിരിച്ചെത്തുമെന്ന ഉറപ്പോടെ മടങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ഭൂരിഭാഗം ആളുകളും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വെള്ളമിറങ്ങിയതോടെ സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചേർന്ന് വീടുകളും പൊതുനിരത്തുകളും വൃത്തിയാക്കുന്ന തിരക്കിലാണ്. എന്നാൽ വീടുകളിലേക്ക് മടങ്ങുന്ന ദുരിതബാധിതർക്ക് ഇനിയുള്ള ദിവസങ്ങൾ വലിയ വെല്ലുവിളിയുടേതാണ്. കേടായ ഗൃഹോപകരണങ്ങൾ നന്നാക്കുക, മലിനമായ കിണറുകളും ശുചിമുറികളും ശുദ്ധീകരിച്ച് ഉപയോഗയോഗ്യമാക്കുക തുടങ്ങിയ ഭാരിച്ച ജോലികളാണ് ഇനി അവർക്ക് മുന്നിലുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.
കോട്ടയത്ത് മഴ മാറി വെയിൽ തെളിഞ്ഞു. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ വെള്ളക്കെട്ട് മൂലം ചില റോഡുകളിൽ ഇപ്പോഴും ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. വീണ്ടും അതിതീവ്ര മഴ ഉണ്ടായില്ല എങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം 8000-ലധികം ആളുകളാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ചൊവ്വാഴ്ച രാത്രി കോട്ടയം ജില്ലയിൽ ഇടവിട്ട് മഴ പെയ്തു. എന്നാൽ പുലർച്ചെയോടെ മഴ വീണ്ടും ശക്തമായത് ആശങ്ക വർദ്ധിപ്പിച്ചു. ഉച്ചയോടെ മഴയുടെ കാഠിന്യം കുറയുകയും ഉച്ചയ്ക്ക് ശേഷം വെയിൽ തെളിയുകയും ചെയ്തു. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും ഇന്ന് രാവിലെ മുതൽ തന്നെ വെള്ളം ഇറങ്ങിത്തുടങ്ങിയിരുന്നു. അതേസമയം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർച്ചയായി ജലനിരപ്പ് ഉയർന്നത് പടിഞ്ഞാറൻ നിവാസികളെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തിയത്. പോലെ തന്നെ വെള്ളമായിരുന്നു ഇപ്പോൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഒട്ടും കുറവില്ലായിരുന്നു. നല്ല വെള്ളമായിരുന്നു. ആൾക്കാർ നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർക്ക് താമസിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വെള്ളത്തിനേക്കാളും ഒരടിയുടെ കൂടുതൽ വന്നിട്ടുണ്ട്. അന്നേരം 2018 വെള്ളത്തിനോട് അടുത്ത് വെള്ളം വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. 18-നെക്കാളും 19-നെക്കാളും ഭയങ്കര വെള്ളമായിരുന്നു. വെള്ളമുണ്ട്. ഇത്ര നേരം അരയേറ്റം മേലെ വെള്ളത്തിൽ അവരെങ്ങനെ നിൽക്കാൻ പറ്റും? വീടിൻ്റെ ഉള്ളിൽ. ജില്ലയിൽ ഇന്നും രക്ഷാപ്രവർത്തനവുമായി ഫയർഫോഴ്സ് രംഗത്തുണ്ടായിരുന്നു. നിരവധിയിടങ്ങളിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും രോഗികളെയും വയോധികരെയും ഫയർഫോഴ്സ് എത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വിവിധ സഹായങ്ങൾ എത്തിക്കുന്നതിനും ഫയർഫോഴ്സിന്റെ സേവനം പ്രയോജനകരമായി. ഏകദേശം 175ഓളം ഫയർ കോളിൽ നിന്ന് രാവിലെ 6 മണി വരെയുള്ള കണക്കാണ്. 175ഓളം ഫയർ കോളിൽ നിന്ന് 1379ഓളം ജീവനുകളെ ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഗർഭിണികളായ പല വ്യക്തികളെ ഞങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികളായ ആൾക്കാരെ അവർക്ക് ഇന്ന് ഡോക്ടേഴ്സിനെ കാണേണ്ട ദിവസങ്ങളായിരിക്കും. ഈ വീടുകളിൽ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ ടീമിനെ സുരക്ഷിതമായി ഞങ്ങളുടെ ഡിങ്കികളിലും ഞങ്ങളുടെ വാഹനങ്ങളിലും സുരക്ഷിതമായി അവരുടെ വീടുകളിലെത്തിച്ച് അവർക്ക് ആ വൈദ്യസഹായം നൽകുക എന്നുള്ളൊരു പ്രവർത്തനം കൂടെ ഞങ്ങളിപ്പോൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കോട്ടയം കുമരകം റോഡ്, കോട്ടയം തിരുവാർപ്പ് റോഡ്, മണർകാട് ഏറ്റുമാനൂർ റോഡ്, മണിപ്പുഴ ഇരയിൽക്കടവ് ബൈപ്പാസ് തുടങ്ങിയ റോഡുകളിൽ ഇപ്പോഴും ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. ജില്ലയിൽ നിലവിൽ 154 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 8321 പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ജലനിരപ്പ് കൂടുതൽ താഴുന്നതോടെ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം കുറയും. മഴക്കെടുതികൾ മൂലം വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു തുടങ്ങി. അതേസമയം കാലാവസ്ഥാ വിഭാഗം വ്യാഴാഴ്ചയും ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിരിക്കുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുകയാണ്. കോട്ടയം ജില്ലയിൽ മഴ കുറഞ്ഞു, പിന്നീട് വെയിൽ തെളിഞ്ഞു. 2 ദിവസം കൂടി അതിതീവ്രമായ മഴയുണ്ടായില്ലെങ്കിൽ എല്ലാം പൂർവ്വസ്ഥിതിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് പടിഞ്ഞാറൻ നിവാസികളും. കോട്ടയത്തു നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. കാലവർഷക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സമഗ്രമായ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകും. വെള്ളപ്പൊക്കത്തിൽ വീടുകളിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ അടിയന്തര സഹായവും സംസ്കാര ചെലവിനായി 10,000 രൂപ കൂടി അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനമായത്. വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം നൽകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ വീടുകളിൽ വെള്ളം കയറി ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ തുക ലഭ്യമാക്കും. ഇതിനു പുറമെ വെള്ളം കയറിയ വീടുകളിലെ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ട 2 പേർക്ക് പ്രതിദിനം 300 രൂപ വീതം നൽകാനും തീരുമാനമായി. മഴക്കെടുതിയിൽ പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷം രൂപയും വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി നൽകും. 2024 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും അർഹമായ ദുരിതാശ്വാസ സഹായം വിതരണം ചെയ്യും. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാര തുക 25% വർദ്ധിപ്പിച്ചു. വെള്ളം കയറി സാധനങ്ങൾ നശിച്ച കടയുടമകൾക്കും 10,000 രൂപ വീതം അടിയന്തര സഹായം നൽകും. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രത്യേക വായ്പാ പദ്ധതി നടപ്പിലാക്കും. പ്രളയം ബാധിച്ച ക്ഷീര കർഷകർക്കും തേനീച്ച കർഷകർക്കും ഉൾപ്പെടെ തങ്ങളുടെ ഉപജീവനമാർഗം തിരികെ പിടിക്കാൻ ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. പരമാവധി 12 ലക്ഷം രൂപയാണ് വായ്പയായി നൽകുക. സംസ്ഥാനത്ത് ഇതുവരെ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം 67.44 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രക്ഷാപ്രവർത്തകൻ ആർ രാജേഷിന് വിട നൽകിയ നാട്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ് നടന്നത്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്നിവർ രാജേഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു.
നാട് ദുരന്തത്തെ നേരിട്ടപ്പോഴൊക്കെ സഹായത്തിന്റെ ആൾരൂപമായിരുന്നു രാജേഷ്. രക്ഷാപ്രവർത്തനത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന രാജേഷ് ഇനിയില്ല എന്ന് വീടിനും നാടിനും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം കല്ലിയൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാജേഷിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിലെത്തിക്കുമ്പോൾ നാട് വിതുമ്പുകയായിരുന്നു. ഇവരൊക്കെ നാട്ടുകാർ മൊത്തം പറഞ്ഞു നീ കയറി വാ മതിയെന്ന്. എന്നിട്ട് വീണ്ടും ഒരാൾ കൂടെ അക്കരെ ഒന്ന് വിളിക്കുന്നത് കണ്ടുകൊണ്ടാണ് വീണ്ടും അയാളെ പോയി ഇവൻ്റെ കൂടെ ഊരി കൊടുത്ത് അയാൾക്ക് ഇട്ട് കൊടുത്ത് അതിനെ പിടിച്ച് ഇക്കരെ കൊണ്ടാക്കിയപ്പോഴാണ് വടവന്തര പൊട്ടേ മുങ്ങേന്ദ്ര ഇത് കൈവിട്ട് പോയിന്നത്. സാമ്പത്തിക പരാധീനതകൾ ഏറെയുള്ള പണിതീരാത്ത വീടിന് നാഥനായിരുന്നു രാജേഷ്. പാതി വഴിയിൽ നിലച്ച വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ ആർ രാജേഷിൻ്റെ വിയോഗം വലിയ വേദനാജനകമാണ്. രാജേഷിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കുത്തിയൊലിച്ച ചെറുപുഴയിലെ മീൻതുള്ളിത്തുരുത്തിലകപ്പെട്ട കർഷകൻ ബെന്നിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. ലൈഫ് ജാക്കറ്റ് ഊരി ബെന്നിക്ക് നൽകിയിരുന്നു. വർഷങ്ങളായി അഡ്വഞ്ചർ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന രാജേഷ് 2018 പ്രളയസമയത്തും 2024 വയനാട് ദുരന്തത്തിലും രക്ഷാപ്രവർത്തനത്തിന് സജീവ സാന്നിധ്യമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ മിൽമ നെയ്യ് അഴിമതി അന്വേഷിക്കാൻ SP MJ സോജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ അംഗീകാരം. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം കൈമാറിയ പട്ടികയാണ് ഹൈക്കോടതി അംഗീകരിച്ചത്. കേസിൽ 1 മാസത്തിനുള്ളിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. ശബരിമലയിൽ ഉപയോഗിക്കുന്നതിനായി 1,65,000 ലിറ്റർ മിൽമ നെയ്യ് വാങ്ങിയതിലെ അഴിമതിയും ക്രമക്കേടുമാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് യാതൊരുവിധ ശാസ്ത്രീയ പരിശോധനകളും നടത്താതെ ഇത്രയും വലിയ അളവിൽ നെയ്യ് വാങ്ങിയത്. നെയ്യ് വിതരണത്തിനായി മിൽമയുമായി കരാറുണ്ടാക്കുന്നതിനെ അന്ന് തന്നെ ദേവസ്വം കമ്മീഷണർ എതിർത്തതല്ലേ എന്ന് കോടതി കേസ് പരിഗണിക്കുന്നതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ചോദിച്ചു. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെൻഡർ നടപടികൾ റദ്ദാക്കി ലിറ്ററിന് 510 രൂപ എന്ന ഉയർന്ന വിലയിൽ മിൽമയ്ക്ക് കരാർ നൽകിയത്. സംഭവത്തിലെ ക്രമക്കേടുകൾ തിരിച്ചറിഞ്ഞ ഹൈക്കോടതി സത്യസന്ധരും മിടുക്കരുമായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണം വേണമെന്ന് നിർദ്ദേശം നൽകി. കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ അതിവേഗം പട്ടിക നൽകിയത്. കോടതി അംഗീകാരം ലഭിച്ചതോടെ അന്വേഷണ സംഘം ഉടൻ നടപടികളിലേക്ക് കടക്കും. DYSP CH ഹരിയാണ് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ. DYSPക്ക് പുറമെ 4 വിജിലൻസ് ഇൻസ്പെക്ടർമാരും പുതിയ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുന്നു. കേസിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി വാക്കാൽ നിരീക്ഷിച്ച കോടതി വിജിലൻസ് ക്രൈം രജിസ്റ്റർ ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരുന്നു. ദേവസ്വം ബോർഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് പദവി വഹിച്ചയാളാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്നാണ് നേരത്തെ കണ്ടെത്തിയത്. മിൽമ ജീവനക്കാരെ ഉദ്യോഗസ്ഥർ സഹായിച്ചുവെന്ന പ്രാഥമിക നിഗമനത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കന്വേഷിക്കാൻ തീരുമാനിച്ചിരുന്നു. ഗുണനിലവാരം കുറഞ്ഞ നെയ്യ് എത്തിച്ചതിലെ സാമ്പത്തിക നഷ്ടം അന്വേഷിക്കാൻ ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഷീബ ഖബറിന്റെ നേതൃത്വത്തിൽ 4-അംഗ സമിതിയെ നേരത്തെ നിയോഗിച്ചിരുന്നു. ശബരിമലയിലേക്കുള്ള മിൽമയുടെ നെയ്യ് വിതരണത്തിൽ ഗുരുതര ക്രമക്കേട് നടന്നതായി ക്ഷീരവികസന വകുപ്പ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നിലവാരമില്ലാത്ത നെയ്യ് സന്നിധാനത്തെത്തിയിട്ടുണ്ടെന്നും ഇതിലൂടെ മിൽമയ്ക്ക് 85 ലക്ഷം രൂപയ്ക്ക് മേൽ നഷ്ടമുണ്ടായി എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിച്ച പ്രതിപക്ഷം പിരിച്ചെടുത്ത ഫണ്ട് എവിടെയെന്ന് വ്യക്തമാക്കണമെന്നും VD സതീശന് ക്ലീൻ ചീറ്റ് നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയെന്നും CPM ആരോപിക്കുന്നു. എന്നാൽ കേസിൽ 2 തവണ അന്വേഷണം നടത്തിയതും റിപ്പോർട്ട് വാങ്ങിയതും മുൻ സർക്കാരാണെന്നും വിജിലൻസാണ് ക്ലീൻ ചീറ്റ് നൽകിയതെന്നും വിശദീകരിച്ച് മുഖ്യമന്ത്രിയും രംഗത്ത് വന്നു. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കേസിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണ് CPM. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ പറവൂരിൽ CPM പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. പിരിച്ചെടുത്ത ഫണ്ട് മുഴുവൻ എന്തു ചെയ്തു എന്നും എത്ര വീടുകൾ പണിതു എന്നും വ്യക്തമാക്കിയേ മതിയാകൂ എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. പുനർജനിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞ 216 വീട് ഇവിടെ, ആ വീട്ടിൽ നിന്ന് താമസിക്കുന്നവർ ആര്? പറവൂരുള്ള ഓരോരുത്തർക്കും മനസ്സിലാവുമല്ലോ ഇന്ന ആളുകൾക്ക് വീട് കിട്ടി. കളവല്ലെങ്കിൽ കൃത്യമായിട്ട് വിശദമായ രേഖയുണ്ട്, വിശദമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയും, കണക്കും പറയാൻ കഴിയും. എന്തേ നിങ്ങൾ പറയാത്തത്? ഒറ്റ ഉത്തരേ ഉള്ളൂ, പറയാൻ നിങ്ങൾക്കാവില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന 216 ആൾക്ക് വീട് കൊടുത്തിട്ടില്ല. എന്നാൽ തന്റെ സർക്കാർ കേസിന്മേൽ യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നും 2 തവണ വിജിലൻസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത് മുൻ സർക്കാരിന് മുന്നിലാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഒരു അന്വേഷണവും ഒരു നടപടിയും ഇത് സംബന്ധിച്ചെടുത്തിട്ടില്ല.
എല്ലാ ഫൈൻഡിങ്ങും നടത്തിയത് കഴിഞ്ഞ സമയത്ത് 14/6/2023 രജിസ്റ്റർ ചെയ്ത കേസിൽ 7/9/24 വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? എൻക്വയറി കുഡ് നോട്ട് ഡിസ്കവർ എനി എവിഡൻസ് ടു സസ്റ്റെയിൻ ദി അലിഗേഷൻ. ദ എൻക്വയറി സോ ഫാർ കുഡ് നോട്ട് റിവീൽ എനി എവിഡൻസ് ആൻഡ് ആൾസോ ദ അലിഗേഷൻസ് കുഡ് നോട്ട് സസ്റ്റെയിൻ ഇൻ എവിഡൻസ്. അപ്പോൾ എല്ലാ അന്വേഷണം നടത്തി എല്ലാ റിപ്പോർട്ടും കൊടുത്തത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ ആ റിപ്പോർട്ട് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു പുകമറ ഉണ്ടാക്കി എനിക്കെതിരായിട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എനിക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്തി. അതിനിടെ വിവാദമായ കൊച്ചിയിലെ നിക്ഷേപക സന്ദർശനത്തിൽ ഇന്നും മുഖ്യമന്ത്രി വ്യക്തത വരുത്താൻ തയ്യാറായില്ല. നിക്ഷേപകർ കൊച്ചിയിലെത്തി വിളിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പോയി എന്നാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എന്നാൽ ദുരന്ത സമയത്ത് അടിയന്തരമായി കൊച്ചിയിലേക്ക് കാണാൻ പോയ നിക്ഷേപകരിൽ ദുരൂഹത ഉയർന്നപ്പോൾ ഇന്ന് ചെറിയ മാറ്റം വരുത്തി. കൊച്ചിയിൽ പോയപ്പോൾ അവിടെ വെച്ച് നിക്ഷേപകരെ കണ്ടു എന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ ഓഗസ്റ്റ് 15-നകം തീർപ്പാക്കുമെന്ന് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ MRD വിഷ്ണുവർദ്ധൻ റെഡ്ഡി. ചുമതലയേറ്റ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൽക്കാല അപേക്ഷകൾ ആദ്യം തീർപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കെട്ടിക്കിടക്കുന്ന പാസ്പോർട്ട് അപേക്ഷകൾ സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ് തീർപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് ദുബായിലെ പുതിയ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ MRD വിഷ്ണുവർദ്ധൻ റെഡ്ഡി പ്രവാസികൾക്ക് നൽകുന്ന ഉറപ്പ്. പിന്നീട് പാസ്പോർട്ട് അപേക്ഷയിലെ കാലതാമസം ഒഴിവാക്കി സാധാരണ നിലയിലെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാസ്പോർട്ട് സേവനങ്ങൾ നടത്തിത്തരാം എന്ന് പറഞ്ഞെത്തുന്ന വ്യാജ ഏജന്റുമാരെ സൂക്ഷിക്കണമെന്നും കോൺസുൽ ജനറൽ മുന്നറിയിപ്പ് നൽകി. ദുബായിലെയും വടക്കൻ എമിറേറ്റുകളിലെയും കോൺസുൽ ജനറലായിട്ടാണ് ഡോക്ടർ MRD വിഷ്ണുവർദ്ധൻ റെഡ്ഡിയുടെ നിയമനം. 2008 ബാച്ച് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ റെഡ്ഡി മുൻ കോൺസുൽ ജനറലായ സതീഷ് കുമാർ ശിവന് പകരക്കാരനായാണ് ചുമതലയേൽക്കുന്നത്. രാജ്യാന്തര തലത്തിലും വിദേശകാര്യ മന്ത്രാലയത്തിലും ദീർഘകാല പ്രവർത്തന പരിചയമുള്ള നയതന്ത്രജ്ഞനാണ് ഡോക്ടർ റെഡ്ഡി. വിദേശകാര്യ മന്ത്രാലയത്തിൽ വെസ്റ്റ് യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക ആൻഡ് കരീബിയൻ, എക്സ്റ്റേണൽ പബ്ലിസിറ്റി എന്നീ പ്രധാന വിഭാഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറായും തെലങ്കാന സർക്കാരിന് കീഴിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് എക്സ്റ്റേണൽ എൻഗേജ്മെന്റ് സ്പെഷ്യൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ ഡോക്ടർ റെഡ്ഡിയുടെ ആദ്യ നയതന്ത്ര നിയമനമാണിത്. UAE-യിലെ ഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമവും സേവനങ്ങളും ഉറപ്പാക്കുന്നതിൽ പുതിയ കോൺസുൽ ജനറലിന്റെ നിയമനം നിർണായകമാകും. അമൃത ന്യൂസ്, ദുബായ്. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വർണ്ണാഭമാക്കാൻ അബുദാബിയിലെ ഇന്ത്യൻ എംബസി തയ്യാറെടുക്കുകയാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി UAE-യിലെ ഇന്ത്യൻ സമൂഹത്തിനായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 15-ന് രാവിലെ 6:30-ന് അബുദാബി ഇന്ത്യൻ എംബസി വളപ്പിൽ നടക്കുന്ന ചടങ്ങുകളിലേക്ക് മുഴുവൻ പ്രവാസികളെയും എംബസി അധികൃതർ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഗംഭീരമായ ആഘോഷങ്ങളാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസി ഒരുക്കുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഭാരത് കോ ജാനിയെ ഓൺലൈൻ ക്വിസ് മത്സരം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം, നാഴികക്കല്ലുകളായ നേട്ടങ്ങൾ എന്നിവ ആസ്പദമാക്കി നടത്തുന്ന ക്വിസ് മത്സരം ഈ മാസം 14 വരെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വെബ്സൈറ്റ് വഴി പ്രവാസികൾക്ക് മത്സരത്തിൽ പങ്കാളികളാകാം. UAE-യിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 വിജയികളെ 15-ന് എംബസിയിൽ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും. ഇതോടൊപ്പം ഹർ ഘർ തിരങ്ക പ്രചാരണത്തിൽ പങ്കാളികളാകാനും UAE-യിലെ ഇന്ത്യൻ സമൂഹത്തോട് എംബസി ആഹ്വാനം ചെയ്തു. പ്രവാസികൾ സ്വന്തം വീടുകളിൽ ദേശീയ പതാക ഉയർത്തുകയും പതാകയ്ക്കൊപ്പമുള്ള സെൽഫികൾ harghar-tiranga.com എന്ന ഔദ്യോഗിക പോർട്ടലുകളിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. പ്രവാസി സമൂഹത്തിൽ ദേശസ്നേഹവും ഒത്തൊരുമയും വളർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, അബുദാബി. സൗദി അറേബ്യയുടെ ഔദ്യോഗിക ആപ്പായ തവക്കൽനായിൽ 40 പുതിയ സേവനങ്ങൾ കൂടി പുതിയതായി ഉൾപ്പെടുത്തി. രാജ്യത്തെ 24 പ്രമുഖ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് സൗദി ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോറിറ്റി ഈ പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കിയത്. പൊതുജനങ്ങൾക്ക് വിവിധ സർക്കാർ കാര്യങ്ങൾക്കായി ഓഫീസുകൾ കയറി ഇറങ്ങാതെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലെ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര മന്ത്രാലയം, ഇൻഫർമേഷൻ മന്ത്രാലയം, ഹജ്ജ് ഉംറ മന്ത്രാലയം, തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം, സൗദി ടൂറിസം അതോറിറ്റി, റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി, സൗദി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റി അതോറിറ്റി, കിങ് അബ്ദുൽ അസീസ് സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കൂടാതെ വിവിധ സർവകലാശാലകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമാണ് ഈ ഘട്ടത്തിൽ തവക്കൽനയുമായി കൈകോർക്കുന്നത്. UAE-യിൽ വേനൽച്ചൂട് വീണ്ടും അതിശക്തമായി. ഇന്ന് രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില 51.2 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്
ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഉച്ചയ്ക്ക് 12:45 അബുദാബിയിലെ അൽ ദഫ്ര മേഖലയിലെ ബുദു ദിഫ്സിലാണ് ഈ താപനില രേഖപ്പെടുത്തിയത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഉച്ചസമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും ആവശ്യത്തിന് വെള്ളം കുടിച്ച് ശരീരത്തിൽ ജലാംശം നിലനിർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശിച്ചു. യുഎഇയിൽ അസ്ഥിര കാലാവസ്ഥ തുടരുന്ന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി മാർഗനിർദ്ദേശ ഹാൻഡ്ബുക്ക് പുറത്തിറക്കിയ അബുദാബി. രാജ്യത്ത് കനത്ത മഴ, കാറ്റ്, ഇടിമിന്നൽ, മൂടൽമഞ്ഞ്, ആലിപ്പഴ വർഷം എന്നിവ ഉണ്ടാകുന്ന സമയങ്ങളിൽ പാലിക്കേണ്ട മുൻകരുതലുകളും അടിയന്തര സഹായത്തിനുള്ള നമ്പറുകളുമാണ് ഹാൻഡ്ബുക്കിലുള്ളത്. ഒരേ സമയം 50 ഡിഗ്രി വരെ ചൂടും ആലിപ്പഴ വർഷത്തോടെയുള്ള ശക്തമായ മഴയും. യുഎഇയിൽ അസ്ഥിര കാലാവസ്ഥ തുടരുന്ന പശ്ചാത്തലത്തിലാണ് സുരക്ഷയ്ക്കായി അബുദാബി ഹാൻഡ്ബുക്ക് പുറത്തിറക്കിയത്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച വരെ രാജ്യത്ത് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. കനത്ത മഴയും ഇടിമിന്നലും ഉള്ളപ്പോൾ മരങ്ങൾ, വൈദ്യുതി തൂണുകൾ, പൊട്ടുവീണ ലൈനുകൾ എന്നിവയ്ക്ക് സമീപം നിൽക്കരുത് എന്ന് സുരക്ഷാ കൈപ്പുസ്തകത്തിൽ പറയുന്നു. ജനാലകളും ലോഹവാതിലുകളും അടച്ചിടണം. മഴയുള്ളപ്പോൾ താഴ്വരകൾ, വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ, മാൻഹോൾ കവറുകൾ എന്നിവ ഒഴിവാക്കണം. അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ വാഹനം ഓടിക്കരുത്. വേഗപരിധി കർശനമായി പാലിക്കണം. വിട്ടുമാറാത്ത ശ്വാസകോശ രോഗമുള്ളവർ മാസ്ക് ധരിക്കുകയും ഇൻഹേലറുകൾ കരുതുകയും വേണം. നിർമ്മാണ മേഖലകളിൽ നിന്നും സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങളിൽ നിന്നും അകലം പാലിക്കണം. കടലിൽ പോകുന്നത് പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. വിശദമായ സുരക്ഷാ ലഘുലേഖ അബുദാബി മീഡിയ ഓഫീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. അമൃത ന്യൂസ്, അബുദാബി. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെ സാമ്പത്തിക നേട്ടത്തിനായി കുട്ടികളെ ഉപയോഗിച്ചതിന് സംരക്ഷണാവകാശം റദ്ദാക്കി കുവൈറ്റ് കോടതി. കുട്ടികളുടെ താൽപ്പര്യങ്ങൾക്കും സ്വകാര്യതയ്ക്കും വിരുദ്ധമായ രീതിയിൽ അവരെ പരസ്യങ്ങളിൽ ഉൾപ്പെടുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മാതാവിന്റെ സംരക്ഷണാവകാശം റദ്ദാക്കാൻ കോടതി ഉത്തരവിട്ടത്. കുട്ടികളുടെ ക്ഷേമം എല്ലാറ്റിനും മുകളിലാണെന്നും അവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന നടപടികൾ നിയമം അനുവദിക്കുന്നില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കുവൈറ്റിൽ ജംഇയ്യ അഥവാ സഹകരണ സംഘങ്ങളിൽ ജോലി ചെയ്യുന്ന 70 വയസ്സ് പൂർത്തിയായ എല്ലാ ജീവനക്കാരെയും പിരിച്ചുവിടാൻ സാമൂഹികകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. സേവനം അവസാനിപ്പിക്കുന്ന ജീവനക്കാർക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട മുഴുവൻ സാമ്പത്തിക ആനുകൂല്യങ്ങളും തൊഴിലവകാശങ്ങളും നൽകണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജീവനക്കാരുടെ പട്ടിക 30 ദിവസത്തിനകം മന്ത്രാലയത്തിന് സമർപ്പിക്കണം. രാജ്യത്തെ സഹകരണ മേഖലയിൽ സ്വദേശീവൽക്കരണം വേഗത്തിലാക്കുന്നതിൻ്റെയും സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഈ നടപടി. കുവൈറ്റിൽ നിയമവിരുദ്ധമായി ഗർഭഛിദ്ര ശസ്ത്രക്രിയകൾ നടത്തിയിരുന്ന ഈജിപ്ഷ്യൻ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. സ്വകാര്യ ക്ലിനിക്കിൽ ഗൈനക്കോളജിസ്റ്റ് ആയി ജോലി ചെയ്തു വരികയായിരുന്ന അയാൾ പണം വാങ്ങി നിയമവിരുദ്ധമായി ഗർഭഛിദ്രം നടത്തുകയായിരുന്നു. ഇതിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ വിതരണം ചെയ്തതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. പ്രതിയെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും തുടർ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. സൗദി KMCC നാഷണൽ കമ്മിറ്റി നൽകുന്ന ഹാഷിം എഞ്ചിനീയർ കർമ്മ പുരസ്കാരത്തിന് മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ ഡോക്ടർ MK മുനീർ അർഹനായി. സാമൂഹ്യ സാംസ്കാരിക പുരോഗതിക്കും മതേതര മൂല്യങ്ങളും മതസൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുന്നതിനും നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലവും അടങ്ങുന്നതാണ് അവാർഡ്. കുവൈറ്റിൽ നിർദ്ദിഷ്ട ബിനാമി വ്യാപാര നിയന്ത്രണ നിയമം പ്രവാസികളായ ചെറുകിട സംരംഭകർക്ക് തിരിച്ചടിയാകുമെന്ന് സൂചന. കഴിഞ്ഞ ദിവസമാണ് വാണിജ്യമന്ത്രി പുതിയ നിയമം സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. വ്യക്തമായ നടപടിക്രമങ്ങൾ, ഏകീകൃത പരിശോധനാ സംവിധാനങ്ങൾ, പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും. മറ്റൊരാളുടെ പേരിലോ വാണിജ്യ ലൈസൻസിൻ്റെ പേരിലോ രണ്ടാം കക്ഷികൾ നടത്തുന്ന വാണിജ്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നിയമം. എന്നാൽ പ്രവാസികളായ ഭൂരിഭാഗം ചെറുകിട സംരംഭകരും നിലവിൽ ലൈസൻസ് ഉടമയും സംരംഭകനും തമ്മിലുള്ള പരസ്പര ധാരണ പ്രകാരമാണ് കച്ചവടം ചെയ്യുന്നത്. ലൈസൻസ് ഉടമകൾക്ക് പ്രതിമാസം നിശ്ചിത തുക നൽകുകയാണ് പ്രവാസികൾ. എന്നാൽ പുതിയ നിയമപ്രകാരം സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ഉടമ വാണിജ്യ മന്ത്രാലയത്തിൽ ഉടമസ്ഥാവകാശം നടത്തിപ്പ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി സമർപ്പിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ നടപടി ഉണ്ടാകും. സൗദി KMCC നാഷണൽ കമ്മിറ്റിയുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ 2026 വർഷത്തെ 2ാം ഘട്ട ആനുകൂല്യ വിതരണവും വിവിധ CH സെൻ്ററുകൾക്കുള്ള ധനസഹായ കൈമാറ്റവും ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച കോഴിക്കോട് നടക്കുമെന്ന് KMCC ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും ഹാഷിം എഞ്ചിനീയർ സ്മാരക അവാർഡ് ദാനവും നടക്കും. കോഴിക്കോട് ലീഗ് ഹൗസിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ദുബായ് സൗത്തിലെ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം. അപകടത്തിൽ നിരവധി ട്രക്കുകളും കാരവനുകളും കത്തിനശിച്ചു. തീ പൂർണ്ണമായി മണച്ചതായി
ദുബായ് സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. തീപിടുത്തത്തിന് പിന്നാലെ അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. അപകടത്തിൽ ആർക്കും പരിക്കില്ല, ആർക്കും ജീവഹാനിയും സംഭവിച്ചിട്ടില്ല. പ്രിയദർശിനി പദ്ധതി സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച ഗതാഗത മന്ത്രി CP ജോൺ. അതേസമയം അഭിമാന ബോധമുള്ള സ്ത്രീകൾ ബസ്സിൽ കയറാത്തതുപോലെയാണ് മന്ത്രിയുടെ പ്രസ്താവനയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന് തമിഴ്നാട് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപനം. നവവധുവിന് 1 പവനും പട്ടുസാരിയും, സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് 1 ഗ്രാം സ്വർണവും സമ്മാനം നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും നിരവധി ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചാണ് TVK സർക്കാരിൻ്റെ ജനകീയ ബജറ്റ്. അതേസമയം ഉദയനിധി സ്റ്റാലിനെതിരെയുള്ള വിവാദങ്ങൾക്കിടയിലും DMK സഭാ നടപടികളോട് സഹകരിച്ചു. അതേസമയം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിൻ്റെ പ്രഖ്യാപനം അനുവദിക്കില്ല എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. ഡാമിൻ്റെ സുരക്ഷയാണ് പ്രധാന വിഷയം. 142 അടി എന്ന നിലപാടിൽ മാറ്റമില്ല. തമിഴ്നാട് സർക്കാരിനെ പ്രതിഷേധം അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ സംവരണം മണ്ഡല പുനർനിർണയ ബില്ലുകൾക്കായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ നിർദ്ദേശിച്ച കേന്ദ്ര സർക്കാർ. ഇക്കാര്യത്തിൽ സഹകരണം ആവശ്യപ്പെട്ട കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. നിലവിൽ ബില്ലിനോട് സഹകരിക്കേണ്ട എന്നാണ് പ്രതിപക്ഷ നിലപാട്. അതേസമയം CJP സമരത്തിലെ പോലീസ് നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം ഇന്നും പാർലമെന്റ് തടസ്സപ്പെടുത്തി. നീറ്റ് UG പരീക്ഷകൾ 2 ഘട്ടങ്ങളിലായി നടത്തുന്നതിനുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളിൽ ഉടൻ തീരുമാനമുണ്ടാകും. JEE മാതൃക നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആലോചന. കൂടാതെ നിലവിലുള്ള OMR ഷീറ്റ് രീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിലേക്ക് മാറുന്നതും പരിഗണനയിലുണ്ട്. വിഷയത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമാകും അന്തിമ തീരുമാനം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ജമ്മു കാശ്മീരിൽ തിരങ്ക യാത്രകൾ നടന്നു. ചരിത്രപരമായ തീരുമാനത്തിലൂടെ കാശ്മീരിലെ ജനങ്ങളുടെ സുരക്ഷയും വികസനവും ഉറപ്പാക്കാനായെന്ന് BJP പറയുന്നു. കൂടാതെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിച്ച് പ്രത്യേക അധികാരം നൽകണമെന്ന് PDP നേതാവ് മെഹബൂബ മുഫ്തി ആവശ്യപ്പെട്ടു. എന്നാൽ മെഹബൂബ മുഫ്തി ഭീകരവാദിയാണെന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിൻ്റെ വിമർശനം. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ ചരിത്ര വിഭാഗം മുൻ അധ്യാപികയും ഗ്രന്ഥകാരിയുമായിരുന്ന ഷൊർണൂർ ചളവറ കാമ്പുറത്ത് പ്രൊഫസർ പത്മാവതി ഇസ്ഹാഖ് അന്തരിച്ചു. 93 വയസ്സായിരുന്നു. ഓസ്ട്രേലിയയിലെ പെർത്തിലായിരുന്നു അന്ത്യം. വള്ളുവനാട്ടിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും ഡൽഹി ജാമിയ മിലിയ സർവകലാശാല രജിസ്ട്രാറും മലപ്പുറം സഹകരണ സ്പിന്നിംഗ് മിൽ സ്ഥാപക വൈസ് ചെയർമാനുമായിരുന്ന ആനക്കയം വലിയ മണ്ണിൽ മുഹമ്മദ് ഇസ്ഹാഖിൻ്റെ പത്നിയാണ് പത്മാവതി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.